വിസർജ്യം മറക്കാൻ പൂച്ച മണ്ണു മാന്തുന്നത് പോലെ റോഡരികിൽ മണ്ണു മാന്തിയിട്ട് 5 പേരെ വിറകിൽ കത്തിച്ചിട്ട് കിടക്കുന്നു. അവരുടെ എല്ലുകളുണ്ട് അവിടെ. പട്ടാളക്കാർ വല്ലാത്ത ഒരു പ്രയാസത്തോടു കൂടിയാണ് ഞങ്ങൾക്കത് കാണിച്ചു തന്നത്. അവരുടെ എല്ലുകളുണ്ട് അവിടെ. ഈ നെൽപ്പാടങ്ങൾ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ലോബികൾക്ക് സലിം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനിക്ക് വേണ്ടി ഒറ്റുകൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ കൊജൂരി വില്ലേജിൽ കൊന്നിട്ട വെറും 5 പേരുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ബോഡികൾ കണ്ടെടുത്ത സ്ഥലം, അവരെ കൊന്നതിൽ പ്രധാനിയായിട്ടുള്ള സലീ ലഷ്കർ എന്ന് പറയുന്ന ഒരാളെ പിടിച്ചു. ഇയാൾ DYFIയുടെ ഭാരവാഹിയാണ്. സലീ ലഷ്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ പറയുന്നത് പശ്ചിമ ബംഗാളിലെ ഈ നന്ദിഗ്രാമിൽ ഉണ്ടായത് അവിടുത്തെ ജനങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, നക്സലൈറ്റുകളും കൃഷിക്കാരും തമ്മിലുള്ള പോരാട്ടം ആണോ? എങ്കിൽ ആരാണ് സലീ ലഷ്കർ? പറയുന്നത് ഇന്ത്യയിലെ CRPFന്റെ കമാൻഡന്റാണ്. സലീ ലഷ്കർ എന്ന് പറയുന്ന DYFIക്കാരൻ 32 തീവട്ടി കൊള്ളകളിലെ പ്രതിയാണ്. 18 ബലാത്സംഗ കേസുകളിലെ പ്രതിയാണ്. ഒരു ബലാത്സംഗമല്ല, പിടിക്കപ്പെട്ട 18 ബലാത്സംഗ കേസുകളിലെ പ്രതി, നിരവധി ഭവനഭേദ കേസുകളിലെ പ്രതി. സലീ ലഷ്കർ ജയിലിലായിരുന്നു. പുറത്തു വന്നതിന് രേഖകളില്ല. CBI സലീ ലഷ്കറെ പിടിച്ചത്, CRPFന് കൈമാറിയത്. ഈ സലീ ലഷ്കർ ആവട്ടെ ഈ പറയുന്ന നന്ദിഗ്രാമിലാണോ? അല്ല, 320 കിലോമീറ്റർ അപ്പുറത്ത് കൽക്കത്ത നഗരത്തിനടുത്തുള്ള സുന്ദർ ബറോജ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാൾ ഉള്ളത്. സുന്ദർ ബറോജയിലുള്ള സലീ ലഷ്കർ 320 കിലോമീറ്റർ അപ്പുറത്തുള്ള നന്ദിഗ്രാമിൽ എങ്ങനെ എത്തിയത്? ഈ മനുഷ്യൻ ഇയാളെ പിടിക്കുന്ന സ്ഥലം ഒരു ഇഷ്ടിക ചുളയാണ്. ആ ഇഷ്ടിക ചുളയിൽ വെച്ച് നിരവധി ബോഡികൾ കണ്ടെടുത്തു. 8ലധികം ആളുകളുടെ ശരീരങ്ങളെന്ന് കരുതാവുന്ന ആളുകളുടെ എല്ലിൻ കൂടുകളും തലയോട്ടികളും കണ്ടെടുത്തു. ഇഷ്ടിക ചുളയിൽ വെച്ചു കത്തിച്ചത്. ആ ചൂളക്ക് കാവലിരുന്നത് DYFIക്കാരനായിട്ടുള്ള സലീ ലഷ്കർ എന്ന് പറയുന്ന CBI പിടിച്ച 320 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾ. നന്ദിഗ്രാമിലെ കലാപം ഒരുക്കാൻ CPMകാർ ജയിലിൽ നിന്ന് ഗുണ്ടകളെ ഇറക്കി. CPMന്റെ പാർട്ടി ഗുണ്ടകളെ ഇറക്കി. എന്നിട്ട് ആ കലാപം ഉണ്ടായത്. അവിടുന്ന് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. ഏറ്റവും കൂടുതൽ നന്ദിഗ്രാമിലെ കലാപങ്ങൾ ഉണ്ടായത് സത്തംഗബാരി എന്നും തേക്കലി എന്നും റാണി ചൗക്ക് എന്നും ഗിരിബാജ എന്നും പറയുന്ന 4 പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ 3000-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം. ആദ്യമായി ഞങ്ങൾ പോകുന്നത് സത്തംഗബാരിയിലേക്കാണ്. സത്തംഗബാരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഞങ്ങൾ അവിടേക്ക് പോകുന്ന വഴിക്ക് ആ ഗ്രാമപ്രദേശത്തേക്ക് പോകാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സകല വാഹനങ്ങളും, ക്വാളിസ് വണ്ടി ഉണ്ടായിരുന്നു, അതുപോലെ സ്കോർപിയോ ഉണ്ടായിരുന്നു, ജീപ്പുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും അങ്ങോട്ട് പോവില്ല. പട്ടാളക്കാരുടെ വളരെ ചെറിയ ഏത് കുന്നും മലയും കയറുന്ന 4 വീൽ വെഹിക്കിൾസ് മാത്രമേ പോകൂ. അങ്ങനെ ഞങ്ങളൊക്കെ ആ വണ്ടിയിലേക്ക് മാറിക്കയറി അങ്ങനെ സത്തംഗബാടിയിലേക്ക് ചെന്നു. ഞങ്ങളുടെ വണ്ടികൾ നിരന്തരയായി ഒരു 5-6 വണ്ടികൾ വന്നിട്ട് നിർത്തുകയാണ്. അത് മിലിറ്ററി വണ്ടികൾ. അതിൽ നിന്ന് കുറേ ആളുകൾ പുറത്തിറങ്ങുന്നു. ഉടനെ തന്നെ പെട്ടെന്ന് ഈ ഗ്രാമത്തിൽ ഒരു വല്ലാത്ത ആർപ്പുവിളിയാണ്. കുട്ടികളെയും കുട്ടികളെ തെളിച്ചുകൊണ്ട് ഉമ്മമാരിങ്ങനെ പായുന്നത് കാണാം. എന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു ഗ്രാമം. വല്ലാത്ത ഒരു കാഴ്ചയാണ് സത്തംഗബാടിയിലേക്ക് ചെന്നാൽ. 160-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. ഒരൊറ്റ വീടിന് മേൽക്കൂരയില്ല, ഒരൊറ്റ മേൽക്കൂരയില്ല. മുഴുവൻ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. വീടുകൾ പൂർണ്ണമായി തകർത്തിരിക്കുന്നു. ഈ കുട്ടികളെ കൊണ്ടുപോയി ഒരു വീടിനകത്തേക്ക് മുഴുവൻ കയറ്റി പുറത്തുനിന്ന് വാതിലിറക്കുകയാണ് സ്ത്രീകൾ. എന്നിട്ട് വല്ലാത്ത ഭയപ്പാടോടുകൂടി ഞങ്ങളെങ്ങനെ കാത്തിരിക്കുകയാണ്. CRPFന്റെ കമാൻഡന്റ് പോയി അവരുടെ സഹായികളായിട്ടുള്ള ബംഗാളി തർജ്ജമക്കാരുമായി ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങളെ കാണാൻ, നിങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, നിങ്ങളുടെ വിഷമങ്ങളിൽ പങ്കാളിയാവാൻ വന്നവരാണിവർ. ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് കുട്ടികൾ പുറത്തിറങ്ങുന്നത്, ഈ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത്. വഹീദ ബീവി എന്ന് പറയുന്ന ഒരു പെണ്ണ് ചെന്ന ഉടനെ ആർത്ത് കരഞ്ഞുകൊണ്ട് കുട്ടികളെ വാതിലിട്ടടച്ചിരുന്ന ആ പെണ്ണ് ആർത്ത് വിളിച്ചുകൊണ്ട് പറയാൻ, ഈ ഭൂമി നിങ്ങൾക്ക് തരില്ല, ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ കുട്ടികളെ കൊല്ലാം, ഞങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾക്ക് ഇനിയും ബലാത്സംഗം ചെയ്യാം, ഭൂമി ഞങ്ങൾ തരില്ല. സഖാവേ, സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ചട്ടവും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നടക്കണം നിങ്ങൾ. സലീം ഗ്രൂപ്പിന് വേണ്ടി അവരെ ഭയപ്പെടുന്ന ഈ പാവപ്പെട്ട ഗ്രാമത്തിലെ ഈ മനുഷ്യരുടെ കണ്ണുനീര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭൂമി നിങ്ങൾക്ക് തരില്ല, ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ കുട്ടികളെ കൊല്ലാം, ഞങ്ങളുടെ സഹോദരിമാരെ നിങ്ങൾക്ക് ഇനിയും ബലാത്സംഗം ചെയ്യാം, ഭൂമി ഞങ്ങൾ തരില്ല. സഖാവേ, സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ചട്ടവും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നടക്കണം നിങ്ങൾ. സലീം ഗ്രൂപ്പിന് വേണ്ടി അവരെ ഭയപ്പെടുന്ന ഈ പാവപ്പെട്ട ഗ്രാമത്തിലെ ഈ മനുഷ്യരുടെ കണ്ണുനീര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഭൂമി തരില്ല എന്നിവരിങ്ങനെ ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. വഹീദ ബീവി എന്നായിരുന്നു അവർക്ക് നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീയുടെ പേര്.
നൂറുവള്ളി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബനാത്ത ബാല സാഹിബിനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ഒരൊറ്റ പെണ്ണിൻ്റെയും മാനം കവരാതിരുന്നിട്ടില്ല. 57 വയസ്സുള്ള എന്നെ പോലും അവർ മൃഗീയമായി പിച്ചു ചിന്തി. എൻ്റെ മകളെ 19 വയസ്സുള്ള മകളെ എൻ്റെ മുമ്പിൽ വെച്ചാണ് 57 വയസ്സുള്ള എന്നെ ബലാത്കാരം ചെയ്തതിന് ശേഷം എൻ്റെ മകളെ ബലാത്സംഗം ചെയ്തത്. ഞങ്ങൾ എന്തു പാതകമാണ്. എന്നിട്ടവർ കൃത്യമായി പേര് പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ CPM-ന്റെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞു. റാണി സുൻ, റാബി സുൻ, മറ്റൊന്ന് ഹിമം സുദാസ്, ബ്രിബൻ റായ്. ഈ 4 CPM-കാരാണ് സലീ ലഷ്കർ എന്ന് പറയുന്ന തീവ്രവാദിയുടെ തോക്കിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ബലാത്കാരം ചെയ്തത്. ഇവരുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. കൃത്യമായി ആ CPM നേതാക്കളുടെ പേര് പറഞ്ഞു. സയ്യിദ് ഷഹീദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ, 160-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന, ഒരുപാട് സ്ത്രീകൾ താമസിക്കുന്ന ആ ഗ്രാമത്തിന് 3 പുരുഷന്മാരാണ് സ്നേഹമുള്ളവരെ കാവൽ. ഒന്ന് സയ്യിദ് ഷഹീദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പള്ളിയിലെ ഇമാം. മറ്റൊന്ന് ശരീരം മുഴുവൻ സോറിയാസിസ് പോലുള്ള ഒരു മാരകമായ ഒരു വ്യാധി വന്ന് തൊലിയൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന, ഒരു അഴുകിയ നിലക്ക് കിടക്കുന്ന ഒരു രോഗി. മറ്റൊന്ന് ഇഴഞ്ഞു നടക്കുന്ന ഒരാൾ, എഴുന്നേറ്റ് നിൽക്കാനാവില്ല, ചോരയും നീരുമുള്ള ഒരൊറ്റ ആൺതരി ആ സത്തങ്കപാടിയിലില്ല. എല്ലാവരും ഇവരെ പേടിച്ചൊളിച്ചോടിയിരിക്കാൻ. ജീവിച്ചിരിക്കുന്നുണ്ടോ? കരിങ്കൽ ചൂളകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജീവൻ പോയ ആ മൃതശരീരങ്ങൾ, ആ എല്ലിൻ കൂടാരങ്ങൾ ഇവരുടെ സഹോദരന്മാരാണോ ഭർത്താവാണോ അവർക്കറിയില്ല. കരഞ്ഞുകൊണ്ട് ആ സ്ത്രീകൾ പറഞ്ഞു, സയ്യിദ് ഷഹീദുൽ ഇസ്ലാം ഞങ്ങളെ സത്തങ്കപാടിയിലുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി. ആ പള്ളിയുടെ പുറത്താണ് അയാൾ പറഞ്ഞു, അവിടെ ഇങ്ങനെ ഒരു പുൽപ്പായ പോലുള്ള സാധനം ഇട്ടിട്ട് ഇരിക്കുകയാണ്. പള്ളിക്കകത്ത് പകുതിയിലധികം കത്തിക്കരിഞ്ഞു പോയ മുസല്ലകൾ കാണാം. പള്ളിയുടെ പല ഭാഗത്തായി കീറി കത്തിച്ചു കളഞ്ഞ ഖുർആനിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. പള്ളിയുടെ മിമ്പറുകൾ തകർത്തെറിഞ്ഞത് കാണാം. ഷഹീദുൽ ഇസ്ലാം ആ നാട്ടിലുള്ള ആളല്ല, മറ്റൊരു ഗ്രാമത്തിലാണ്. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ പോവാതിരുന്നത്? അയാൾ പറഞ്ഞു, ഈ നാട്ടിലെ ചെറുപ്പക്കാർ, അവർക്ക് ഇസ്ലാമുമായി ഏക ബന്ധം എന്ന് പറയുന്നത് ഈ ഒരു പള്ളിയിൽ എപ്പോഴെങ്കിലും ഒരു വാവിന് വന്നുള്ള നിസ്കാരമാണ്, വേറെ ബന്ധമൊന്നുമില്ല. ഈ നാട്ടുകാരെ എന്നെ ഏൽപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ ഈ ഭവനം, അവരെ തിരിച്ചേൽപ്പിക്കേണ്ട എനിക്ക്. പറയാധികം കൊണ്ട് കൂനു വളഞ്ഞു പോയ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു, അവർക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ അവരെ കാത്തിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ ആ കാത്തിരിപ്പിന് വല്ല അർത്ഥം ഉണ്ടാവുമോ സഹോദരന്മാരെ? വല്ല അർത്ഥം ഉണ്ടാവും. ഞങ്ങൾ വീണ്ടും പോയി, പിന്നീട് മറ്റുള്ള സ്ഥലത്തേക്ക്, റാണി ചൗക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ ഒരു ചെറിയ ഒരു ക്യാമ്പുണ്ട്. അതിനകത്ത് വെച്ചാണ് ഒരു പെണ്ണ്, മുക്താർ ബീവി എന്ന് പറയുന്ന പെണ്ണ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് CRPF-നോട് പോകരുതെന്ന് പറയണം. കൈ കൂപ്പിയിട്ട് ഒരു പെണ്ണിങ്ങനെ ബനാത്ത് ബാല സാഹിബിനോട് പറയാൻ. എന്നോട് വന്നിട്ട് സഖാക്കൾ പറഞ്ഞു, ഇവര് പോട്ടെ, CRPF എത്ര കാലം നിനക്ക് കാവൽ നിൽക്കുമടി,